നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വജൈനൽ ഡ്രൈനസ് അല്ലെങ്കിൽ യോനിയിലുള്ള വരൾച്ച എന്നൊരു അവസ്ഥയെ പറ്റിയിട്ടാണ്. ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണിത്. പ്രധാനമായിട്ടും ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളുടെ ഏറ്റവും ആവശ്യമുള്ള, സ്ത്രീകളിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുകയും എപ്പോഴും ഒരു മാറ്റമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പം നമ്മളുടെ ഈ വജൈനൽ ഹെൽത്തിന്, സ്ത്രീകളുടെ വജൈനയിലുള്ള ആ ഒരു ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടും വജൈനൽ സ്കിൻ ഫ്ലോറയ്ക്ക് വേണ്ടിയിട്ടും ആ ഒരു സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഈ ഒരു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മളുടെ ഈ വജൈനൽ ഹെൽത്തിനെ സാരമായി ബാധിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ മെനോപോസ് ആവുമ്പം, അതായത് ആർത്തവവിരാമത്തോടനുബന്ധിച്ചും ആർത്തവവിരാമത്തിന് ശേഷവും ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അത് കാര്യമായി ബാധിക്കുന്നത് നമ്മളുടെ വജൈനൽ ഹെൽത്തിനെയും കൂടിയാണ്. ആ സമയങ്ങളിൽ സ്ത്രീകളിൽ യോനി വരൾച്ച അല്ലെങ്കിൽ ഒരു വജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടുതലായി കാണാറുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ആ സമയത്തും ഹോർമോൺസിൻ്റെ ഒരു പ്ലേ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് കൊണ്ട് നമ്മളുടെ യോനിയിൽ മിക്ക സ്ത്രീകൾക്കും ഒരു വരൾച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ നമ്മൾക്കിതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉള്ള വ്യത്യാസങ്ങൾ, പിന്നൊന്ന് കഴിക്കുന്ന ചില മരുന്നുകളുടെ ഒരു കോംപ്ലിക്കേഷൻ പോലെയും നമുക്ക് വജൈനൽ ഡ്രൈനസ് ഉണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പേടി, ഭയം, പിന്നെ ഒരു കോണ്ടാക്ട്, സെക്ഷൽ കോണ്ടാക്റ്റിനോടുള്ള ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഭയം, ആ പാർട്ട്ണറോട് തോന്നുന്ന ഒരു താല്പര്യക്കുറവ്, മറ്റെന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസോ ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുള്ള ആ ഒരു അതൃപ്തി, ഇതൊക്കെ കാരണവും വജൈനൽ ഡ്രൈനസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ചെറിയ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് നാച്ചുറലായിട്ട് ഇതിനുള്ളൊരു വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് ഈ വജൈനൽ ഡ്രൈനസ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു മെനോപോസൽ അല്ലെങ്കിൽ ആർത്തവവിരാമം അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും മരുന്ന് കഴിക്കുക, ഇപ്പോൾ എന്തെങ്കിലും ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്സിനാണെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സയിലാണെങ്കിൽ, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് വജൈനൽ ഡ്രൈനസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിലാണോ പെടുന്നതെന്ന് ആദ്യം ശ്രദ്ധിക്കാം. ഇനി അല്ല, നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷേ എന്നിട്ടും നമ്മൾക്ക് വജൈനൽ ഡ്രൈനസ് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ നമ്മുടെ സെക്ഷൽ ലൈഫ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആൻസൈറ്റി കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ പേടി കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇതിനോടുള്ള എന്തെങ്കിലും വിരക്തി കൊണ്ടിട്ടാണോ നമുക്ക് ഈ വജൈനൽ ഡ്രൈനസ് ഫീൽ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക. മറ്റൊന്ന്, നമ്മളുടെ ഫുഡിലുള്ള ഇംപ്രൂവ്മെൻ്റ് ആണ്. ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ഈ ഒരു കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ എ, ബി, ഇ, ഇത്രയും ഇത് കൂടുതലായിട്ട് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വജൈനൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് നട്ട്സ്, സീഡ്സ്, പിന്നെ ലീഫി വെജിറ്റബിൾസ്, അതായത് പച്ചിലകൾ, പച്ചക്കറികൾ, കൂടുതലായിട്ടുള്ള പരിപ്പ് വർഗ്ഗങ്ങൾ, പിന്നെ വെജിറ്റബിൾ ഓയിൽസ്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് സ്നിഗ്ധത വേണമെങ്കിൽ, തൊലിക്ക് സ്നിഗ്ധത അല്ലെങ്കിൽ സൗമ്യത വരണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് സ്നിഗ്ധം കൊടുക്കുക അല്ലെങ്കിൽ സ്നേഹം കൊടുക്കുക. സ്നേഹം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നമ്മൾ ഇതെന്നാണ് പറയുക, ഫാറ്റ് ഓർ ഓയിൽസ് എന്നാണ് പറയുക. അപ്പോൾ അത് ഉള്ളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദിവസവും നമ്മളുടെ ഭക്ഷണത്തിൽ ഇതെല്ലാം സ്നിഗ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്നുകിൽ ഒരു സ്പൂൺ നെയ്യ് നമ്മളുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക. ഇതൊക്കെ വജൈനൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും, ഈ ഒരു ഡ്രൈനസ് കുറയാൻ സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ സീഡ്സ്, നട്ട്സ് അല്ലെങ്കിൽ ലീഫ് വെജിറ്റബിൾസ്, ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മറ്റൊന്ന് നമ്മൾ ചെയ്യാനുള്ളത്,
നമ്മളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റസ്, നമുക്ക് ഈ ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു റിലാക്സ് ചെയ്യുക. ഇതിനൊരു സൊല്യൂഷൻസ് ഒന്നുകിൽ പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കുക. കാരണം എന്ന് വെച്ചാൽ വജൈനൽ ഡ്രൈനസിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് കോണ്ടാക്ട് ടൈമിൽ, സെക്ഷൽ കോണ്ടാക്ട് ടൈമിൽ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാവുക, ബ്ലീഡിങ് ഉണ്ടാവുക മുതലായ പ്രശ്നങ്ങളാണ്. ഇത് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കാറുമുണ്ട്. അപ്പോൾ അത് പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കുക. എന്താണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ, മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതെങ്കിൽ അത് തുറന്ന സംസാരത്തിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും അതിലൊരു പരിഹാരം നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രാണായാമങ്ങൾ പോലുള്ളതോ ബ്രീത്തിങ് എക്സസൈസുകൾ പോലുള്ളതൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. റിലാക്സ് ആയിട്ട് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക. മറ്റൊന്ന്, നമ്മൾ ഈ മെനോപോസ്, ആർത്തവവിരാമം അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വജൈനൽ ഡ്രൈനസ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾക്ക് വജൈനൽ റീജിയനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം, വെളിച്ചെണ്ണ നല്ലൊരു ആൻറ്റിസെപ്റ്റിക് അല്ല ആൻറ്റി മൈക്രോബിയൽ അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്. എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊന്ന്, ഇത് നല്ലൊരു ലൂബ്രിക്കൻ്റ് ആണ്. പിന്നെ ഇത് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ലൂബ്രിക്കേഷൻസ് നോർമലി ഉണ്ടാവും. അങ്ങനെ കുറച്ച് ദിവസം ഒരു യോനി അഭ്യംഗം എന്ന് നമ്മൾ പറയും. അഭ്യംഗം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ മസാജ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ത്രീരോഗ പ്രസൂതി സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാണ് യോനി അഭ്യംഗം എന്ന് പറയുന്നത്. യോനി വരൾച്ചയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണത്. അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ്, ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കോക്കനട്ട് ഓയിലാണ് ബെസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലൂബ്രിക്കേഷൻസ് ഉണ്ടായിട്ട് നമുക്ക് ഈ ഒരു വരൾച്ച, ഡ്രൈനെസ് കുറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, സമീപിക്കുക, പിന്നീട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഹോർമോണൽ ഇഷ്യൂസ് ആണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കാണുക. ഈസ്ട്രജനാണ് പ്രധാനപ്പെട്ട ഹോർമോൺ എന്ന് മനസ്സിലാക്കിയിരിക്കുക. മറ്റൊന്ന്, കൂടുതലായിട്ട് വജൈനൽ വെറ്റ്നസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് കഴിക്കുക. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ വെജിറ്റബിൾ ഓയിൽസ് കഴിക്കുക, ഗീ കഴിക്കുക, ബട്ടർ കഴിക്കുക, പിന്നെ സ്പിനച്ച് പോലുള്ള ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, സീഡ്സ് കൂടുതൽ കഴിക്കുക, നട്ട്സ് കൂടുതൽ കഴിക്കുക. ഇതെല്ലാം നമ്മളുടെ വജൈനൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് ഇനി ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ റിലാക്സേഷൻ ടെക്നിക്സ്. കൂടുതലായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ആൻസൈറ്റി, ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധമുള്ള എല്ലാവരുടെയും വജൈനൽ ഡ്രൈനസ് എന്നൊരു പ്രശ്നം മാറുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ മാത്രം നമ്മൾക്ക് കൂടുതൽ ഒരു വജൈനൽ എക്സാമിനേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. ബൈ.